ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. ചോദ്യം ചെയ്യലിൽ നിർണായക മൊഴികൾ പത്മകുമാർ നൽകി എന്നാണ് സൂചന. മുഖ്യപ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന് പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്നും ഈ മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും. ഒപ്പം റീനു ശ്രീധർ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. അരുൺ, പത്മകുമാറിനെ കോടതിയിൽ വീണ്ടും ഹാജരാക്കി. ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കമുണ്ടോ, അതല്ല ഇത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്താൽ മതി എന്നാണോ അന്വേഷണ സംഘം പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ അല്പസമയം മുമ്പാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ കോടതി നടപടികൾ തുടരുകയാണ്. കസ്റ്റഡിയിൽ വീണ്ടും വിട്ടുകിട്ടണമെന്ന ആവശ്യം SIT മുന്നോട്ട് വെക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. റിമാൻഡിലേക്ക് തന്നെ പത്മകുമാർ പോകും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങൾ അത് വീണ്ടും ഒരു ക്രോസ് ചെക്കിങ്ങിന് വിധേയമാക്കുന്നുണ്ട് SIT. അതിൽ ചില നിർണായക വിവരങ്ങളുണ്ട്. കേസിന്റെ സ്വഭാവത്തെയും കേസിന്റെ ഗതിയെ തന്നെ മാറ്റുന്ന രീതിയിൽ ഒരു ഡൈവേർഷൻ കേസിന് വന്നിട്ടുണ്ട്. കാരണം തന്ത്രിയുടെ പങ്ക്, തന്ത്രിക്ക് ഈ കേസിലെ പ്രധാന കണ്ണി സ്പോൺസറുമായി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി അടുത്ത ബന്ധമെന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ പത്മകുമാർ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു വെരിഫിക്കേഷൻ SITയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകും. അതിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി ആയിരിക്കും ആദ്യം വരുത്തുക. രണ്ടാമതായി ഈ തന്ത്രിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുക. നിലവിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇൻ ക്യാമറ പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പോകരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ ഉദ്യോഗസ്ഥരും വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. പക്ഷേ ഈ പത്മകുമാറിന്റെ വിദേശയാത്ര സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമായി എങ്ങനെയാണ് ഈ സ്വർണം ഇത് പൂശുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചുമതലപ്പെടുത്തിയത്, അതിൽ സർക്കാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ പത്മകുമാർ പറഞ്ഞു. ചില വിവരങ്ങൾ കൂടി പത്മകുമാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുമായിടക്കം സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് ഈ കേസിൽ ഒരു ലീഡിലേക്ക് നയിക്കാവുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഈ കേസിലെ തുടർ ദിവസങ്ങളിൽ ഹൈക്കോടതി അടക്കം ബോധ്യപ്പെടുത്തും. എന്തായാലും പത്മകുമാറിനെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. കോടതി നടപടികൾ പൂർത്തിയായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ പുറത്തേക്ക് എത്തിച്ചാൽ ഉടൻ തന്നെ അത് ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക, റിമാൻഡിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് SP ശശിധരൻ അടക്കമുള്ളവർ നേരിട്ട് കോടതി നടപടികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ദിവസത്തെ കസ്റ്റഡി, അതിൽ എന്തൊക്കെ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കമാണ് തങ്ങൾ നടത്തുന്നത്, അക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ ബോധിപ്പിക്കും. ഇതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മൂവിലേക്ക് അന്വേഷണ സംഘം കടക്കുക. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കോടതിക്ക് പുറത്തിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചന ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കിയത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഇനിയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ തൽക്കാലം ആവശ്യപ്പെടില്ല അന്വേഷണ സംഘം എന്നാണ് വിവരം. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനാണ് നീക്കം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, മൊഴികൾ ഇന്നലെയും ഇന്നുമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന സൂചന കൂടി, എന്ന വിവരം കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തന്ത്രി കണ്ഠരര് രാജീവരും ഈ ഉണ്ണികൃഷ്ണൻ പൊട്ടിയും തമ്മിലുള്ള ബന്ധമൊക്കെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്മേൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഒപ്പം പത്മകുമാറിന്റെ വിദേശയാത്രയൊക്കെ സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടാൻ ശ്രമിച്ചിരുന്നു അന്വേഷണ സംഘം. അതിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നറിയില്ല. അരുൺ, കേൾക്കാമെങ്കിൽ ഇതിൽ മുരാരി ബാബുവിന്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മുരാരി ബാബു ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് വരുന്നു. നേരത്തെ വിജിലൻസ് കോടതി 2 കേസിലും ജാമ്യാപേക്ഷ തള്ളിയതാണ്. അപ്പോൾ മേൽക്കോടതിയെ സമീപിക്കുന്നു, അടിയന്തരമായി നാളെ തന്നെ ഹർജി കൊടുക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം കൂടി ഉണ്ടല്ലോ.
വിജയകുമാർ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുരാരി ബാബു ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി കൂടിയായ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അക്കാര്യത്തിൽ മുരാരി ബാബു പറയുന്നത് ഇങ്ങനെയാണ്: താൻ ഈ കേസുമായി തുടക്കം മുതൽ ഈ സമയം വരെ സഹകരിക്കുന്നുണ്ട്. താൻ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കസ്റ്റഡിയിലാണ്. ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം തനിക്ക് വേണം എന്നുള്ളതാണ് കോടതിക്ക് മുമ്പാകെ മുരാരി ബാബു വെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി ഈ 2 കേസുകളിലും മുരാരി ബാബുവിന് ജാമ്യം നൽകാൻ കഴിയില്ല നിലപാടെടുത്തത്. ഇതിന് പിന്നാലെ നാളെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യാപേക്ഷ നൽകാനാണ് ഇപ്പോൾ മുരാരി ബാബു എടുത്തിരിക്കുന്ന തീരുമാനം. മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കി തുടങ്ങിയിരിക്കുന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ കേസിൽ ഈ 2 കേസിലും അന്വേഷണവുമായി സഹകരിച്ചു. കൂടുതൽ വിവരങ്ങൾ ഇതിൽ കൂടുതൽ പറയാനില്ല. ഉദ്യോഗസ്ഥ നിലയിൽ മാത്രമാണ് താൻ ഈ കേസിൽ ഇടപെട്ടത്. സാമ്പത്തികമായ നേട്ടം തനിക്ക് ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നീ വാദങ്ങളാണ് ബാബു മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും പ്രോസിക്യൂഷൻ തള്ളുന്നുണ്ട്. കാരണം മുരാരി ബാബുവിനെതിരായ ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് തുടക്കത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. ഈ കേസിൽ സാമ്പത്തികമായ നേട്ടം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പങ്ക് ഈ മുരാരി ബാബുവിനടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് പ്രോസിക്യൂഷൻ ഈ കേസിൽ ശക്തമായ എതിർപ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ അറിയിക്കും. കാരണം ഈ കേസിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം കിട്ടിയാൽ അത് വലിയ രീതിയിൽ കേസ് നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരായ SP ശശിധരൻ അടക്കമുള്ളവരാണ്. കാരണം അവർ ഈ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അവർ പുലർത്തിയ ആത്മവിശ്വാസമുണ്ട്. കാരണം അവർക്ക് ഈ കേസിൽ അവർ കണ്ടെത്തിയ വിവരങ്ങൾ അത് പൂർണ്ണമായും ഈ ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത, ക്ലാരിറ്റി അന്വേഷണ സംഘത്തിന് വേണം. കാരണം അവർ ഒരു സ്റ്റെപ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ ഒരു കുറെ സ്റ്റെപ്പ് ഫോർവേഡ് ആണ് ഈ കേസിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് എത്തുമ്പോൾ ഒരു സമഗ്രമായ ചിത്രം ഹൈക്കോടതിക്ക് മുമ്പാകെ അടുത്ത റിപ്പോർട്ടിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട്. ഈ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ കോടതിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കേസിൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിനപ്പുറമുള്ള ചില വിവരങ്ങൾ കൂടി പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതിനപ്പുറമുള്ള വിവരങ്ങൾ കൂടി ഉണ്ട് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.